ഒരു 2 നില വീട്. മിക്ക മാതാപിതാക്കളുടെയും സ്വപ്നമെന്ന നിലയിൽ ധീരന്മാരുടെയും അവസരങ്ങളുടെയും നാടായ യുകെയിൽ പ്രവേശിക്കാൻ ഞാൻ MBBS ബിരുദം നേടി PLB പാസ്സായി. യുകെയിൽ എത്തിയപ്പോൾ ഒരു സ്വപ്നം കണ്ടതുപോലെ ആയിരുന്നു. ഒടുവിൽ ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തി. എനിക്ക് ഇഷ്ടം പോലെ പണം സമ്പാദിക്കാൻ കഴിയും. എന്റെ അച്ഛൻ ഒരു സർക്കാർ ജീവനക്കാരൻ ആയിരുന്നു. വിരമിച്ച ശേഷം അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ ഒരു 2 നില വീട് മാത്രമാണ്. അതുകൊണ്ട് അച്ഛനേക്കാൾ കൂടുതൽ എന്തെങ്കിലും സമ്പാദിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. കാലം കടന്നു പോകും തോറും എനിക്ക് ഒറ്റപ്പെടുന്നത് പോലെ തോന്നി. വില കുറഞ്ഞ അന്താരാഷ്ട്ര ഫോൺ കാർഡുകൾ ഉപയോഗിച്ച് ഞാൻ എല്ലാ ആഴ്ചയിലും വീട്ടിലേക്ക് വിളിച്ച് മാതാപിതാക്കളോട് സംസാരിച്ചു. കയ്യിൽ കുറച്ചു പണമൊക്കെ കിട്ടിയപ്പോൾ ഞാൻ മാതാപിതാക്കളോട് എനിക്ക് കല്യാണം കഴിക്കണം. ഞാൻ നാട്ടിലേക്ക് വരുന്നു. 10 ദിവസത്തെ ലീവ് ഉള്ളൂ. പെട്ടെന്ന് കല്യാണം വേണം എന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും വില കുറഞ്ഞ ടിക്കറ്റ് ബുക്ക് ചെയ്തു. വീട്ടുകാർക്കും കൂട്ടുകാർക്കും കുറെ സമ്മാനങ്ങൾ വാങ്ങി. ഞാൻ നാട്ടിലേക്ക് വന്നു. വീട്ടിലെത്തി കുറെ പെൺകുട്ടികളുടെ ഫോട്ടോ കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയെ ഞാൻ കണ്ടെത്തി. 2 ദിവസത്തിനുള്ളിൽ കല്യാണം വേണം അമ്മായിയപ്പൻ പറഞ്ഞു. അവർക്കും പെട്ടെന്ന് വേണമെന്ന് തന്നെ. അതുകൊണ്ട് എല്ലാം വേഗം നടന്നു. വിവാഹശേഷം യുകെയിലേക്ക് മടങ്ങാൻ സമയമായി. ഭാഗ്യം കൊണ്ട് ഭാര്യയുടെ വിസ വേഗം റെഡിയായി. മാതാപിതാക്കൾക്ക് കുറച്ചു പണം കൊടുത്ത് അയൽക്കാരോട് അവരെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഞങ്ങൾ യുകെയിലേക്ക് മടങ്ങി. 2 മാസം ഭാര്യ UK ആസ്വദിച്ചു. പിന്നീട് അവൾക്ക് മടുപ്പ് തോന്നി. ആഴ്ചയിൽ ഒരിക്കൽ നാട്ടിലേക്ക് വിളിച്ചിരുന്നത് 2-3 തവണയായി. ചിലവ് കൂടുതലായി തുടങ്ങി. 4 വർഷം കഴിഞ്ഞുപോയേക്കും ഞങ്ങൾക്ക് 2 കുട്ടികൾ ആയി. ചിലവ് ഒന്നൂടെ കൂടി. സമ്പാദ്യം ഒക്കെ കുറഞ്ഞു തുടങ്ങി. മാതാപിതാക്കൾ പേരക്കുട്ടികളെ കാണാൻ ആഗ്രഹം പറഞ്ഞ് നാട്ടിലേക്ക് വരാൻ നിർബന്ധിച്ചു. ജോലിഭാരം കാരണവും സമ്പാദ്യക്കുറവ് കാരണവും നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. പെട്ടെന്ന് ആയിരുന്നു മാതാപിതാക്കൾ ഗുരുതരമായ അസുഖമാണെന്ന് സന്ദേശം ലഭിച്ചത്. എനിക്ക് അവധിയൊന്നും ലഭിച്ചില്ല. പിന്നീട് അവർ മരിച്ചെന്ന് സന്ദേശം വന്നു. അന്ത്യകർമ്മം ചെയ്യാൻ ആരും ഇല്ലാത്തതിനാൽ സൊസൈറ്റിക്കാർ അവർക്ക് പറ്റുന്ന പോലെ കർമ്മങ്ങൾ ഒക്കെ ചെയ്തു. ഞാൻ ആകെ വിഷമത്തിലായി. എന്റെ മാതാപിതാക്കൾ പേരക്കുട്ടികളെ കാണാതെ മരിച്ചു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ നിർബന്ധത്തിന് ജോലിയൊക്കെ ഉപേക്ഷിച്ചു നാട്ടിലേക്ക് മടങ്ങി. നാട്ടിൽ അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. എന്റെ കയ്യിൽ സമ്പാദ്യം ഒന്നും ഇല്ലാത്തതിനാൽ എനിക്ക് തിരിച്ചു യുകെയിലേക്ക് പോകേണ്ടി വന്നു. എന്റെ ഭാര്യ കൂടെ വരാൻ വിസമ്മതിച്ചു. മക്കൾ 2 പേരും എന്റെ കൂടെ വന്നു. 2 വർഷത്തിന് ശേഷം എന്നേക്കുമായി തിരിച്ചു വരും എന്നും ഭാര്യയ്ക്ക് വാക്കുകൊടുത്തിട്ടാണ് തിരിച്ചു പോന്നത്. കാലം കടന്നു പോയി. മക്കൾ 2 പേരും വലുതായി. മകൾ ഒരു സ്കോട്ടിഷുകാരനെ വിവാഹം കഴിച്ചു. എന്റെ മകൻ അയർലൻഡിൽ ജോലി നേടി സുഖമായി ജീവിക്കുന്നു. ഞാൻ എല്ലാം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു. അപ്പോഴേക്കും എന്റെ ഭാര്യയും എന്നെ വിട്ട് പിരിഞ്ഞു പോയിരുന്നു. ഞാൻ 2 നില വീട് വാങ്ങി. അതിനുള്ള സമ്പാദ്യം മാത്രമേ എന്റെ കയ്യിൽ ഉള്ളൂ. അടുത്തുള്ള ആരാധനാലയത്തിലേക്കുള്ള പതിവ് സന്ദർശനത്തിന് മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തു പോകൂ. ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു, ഞാനും എന്റെ അച്ഛനെ പോലെ ഒരു വീട് മാത്രം സമ്പാദിച്ചത്. മാതാപിതാക്കളുടെ കൂടെയുള്ള ജീവിതവും ഭാര്യയുടെ കൂടെയുള്ള ജീവിതവും എല്ലാം നഷ്ടമായി. എന്റെ മക്കൾ ഇടയ്ക്ക് വിശേഷം അന്വേഷിച്ചു കാർഡ് അയക്കും. അവർ എന്നെ ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ മരിച്ചാൽ എന്റെ കർമ്മങ്ങൾ സൊസൈറ്റിക്കാരാവും നടത്തുക. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ.